രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ അറസ്റ്റിലാകുമ്പോൾ ഗുരുതര വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് റിമാൻഡ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന നടന്നത് അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. 2024 ഏപ്രിലിൽ പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചതാണ് പരാതിക്കാരിയുടെ പരാതി. എഫ്ഐആറിൽ ഗുരുതര കണ്ടെത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. വിഷ്ണു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കണ്ടത്. എം.എൽ.എ ഓഫീസിലേക്ക് അടക്കം പ്രതിഷേധം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കോഴിയുമായി ഉള്ള പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ പൊതിച്ചോറുമായുള്ള പ്രതിഷേധങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ 2 പരാതികളിൽ പക്ഷേ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ കാര്യമാണ് രാഹുലിന് ഇത്രകാലം ആശ്വാസമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 3ാമത്തെ പരാതിയിൽ രാഹുലിനെതിരെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ആ 2 പരാതികളിലും ഉണ്ടായ പ്രതിഷേധങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങി വന്നപ്പോൾ നമ്മൾ കണ്ടത് രാഹുൽ വീണ്ടും രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊക്കെ സജീവമായി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം രാഹുൽ സജീവമായി ഉണ്ടായിരുന്നു. പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അപ്രതീക്ഷിതമായാണ് പഴുതടച്ചൊരു നീക്കത്തിലൂടെ പോലീസ് ഇപ്പോൾ 3ാമത്തെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായിരിക്കാം രാഹുലിന്റെ ഇനിയുള്ള ഒരു രാഷ്ട്രീയ ഭാവി? രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു അറസ്റ്റ് തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിൻ്റെ സഹായത്തോടെ രക്ഷപ്പെടുകയും പിന്നീട് രാഷ്ട്രീയത്തെ വീണ്ടും സജീവമാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതല്ല. മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ആദ്യം തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല എന്ന തരത്തിലുള്ള അഭിപ്രായത്തിലോട്ടൊക്കെ പോയ സാഹചര്യത്തിലാണ് വീണ്ടും 3ാമതൊരു ബലാത്സംഗ പരാതിയുമായി ഒരു കാനഡയിൽ സ്ഥിരതാമസമാക്കിയ യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പഴുതടച്ചുള്ള കേസിലൂടെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിയിലാക്കിയിരിക്കുകയാണ്. 14 ദിവസത്തെ റിമാൻഡിന് രാഹുൽ മാങ്കൂട്ടത്തിന് മജിസ്ട്രേറ്റ് വിധിച്ചിരിക്കുകയാണ്. വലിയ തരത്തിൽ തന്നെ രാഷ്ട്രീയപരമായി BJPക്കും LDFനും കോൺഗ്രസിന് നേരെ ഉയർത്തുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അറസ്റ്റ് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാരുടെയൊക്കെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. നമുക്കറിയാം, രാഹുലിൻ്റെ സഹചാരിയായുള്ളവരൊക്കെ പാർട്ടിയുടെ പല സ്ഥാനമാനങ്ങളിൽ അലങ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിശബ്ദമായ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. വീണ്ടും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പാലക്കാട് മത്സരിക്കാൻ തക്കവിധത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോഴാണ് യുവതിയുടെ പരാതി ഉണ്ടാകുന്നത്. പക്ഷേ എല്ലാ തരത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് പോലീസ് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയിരിക്കുന്നത്. കാരണം ഇന്നലെ 12:30യോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്വകാര്യ ഹോട്ടലിൽ നിന്ന് പിടിക്കുന്നു. നമുക്കറിയാം, നീലപ്പെട്ടി വിവാദമൊക്കെ ഉണ്ടായ അതേ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഇന്നലെ പോലീസ്, പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് പോലീസ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് പോലും അറിയാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നു. പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. നീണ്ട നേരത്തെ ചോദ്യം ചെയ്യലാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യത്തോടും സഹകരിക്കാത്ത സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് പോലും അന്വേഷണ സംഘത്തിന് പറഞ്ഞു കൊടുക്കാത്ത സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടുന്ന് നേരെ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ മജിസ്ട്രേറ്റിൽ വീട്ടിലാണ് ഉണ്ടാകുക. അവിടെ എത്തിച്ച് ഹാജരാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് 14 ദിവസത്തേക്ക് റിമാൻഡ് മജിസ്ട്രേറ്റ് നൽകുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും BJPയുടെ ഭാഗത്തുനിന്നും യുവമോർച്ച, അതുപോലെ DYFIയുടെ ഒക്കെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അദ്ദേഹം നേരിടേണ്ടി വരുന്നത്. പൊതിച്ചോറ് ആയി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ DYFI പൊതിച്ചോറ് നൽകിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് എത്തിച്ച ആശുപത്രിയിൽ ഉൾപ്പെടെ നടത്തിയത്. വിഷ്ണു, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് കണ്ടത്.